എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പം സൺഡേയിൽ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ അംഗത്തിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കൊച്ചിനെയൊക്കെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേനും അമ്മ നമ്മുടെ ഇത് ബീഫാണ് കേട്ടോ, ബീഫ് ഒലത്താൻ അടുപ്പയിൽ വെച്ചേക്കുവാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്ന് രാവിലെ മേടിച്ചുകൊണ്ട് വന്ന ബീഫാണ് കേട്ടോ, നല്ല അടിപൊളി ബീഫാണ്. അപ്പം അതിനകത്ത് നമ്മൾ തേങ്ങാക്കൊത്തും എന്നാ പറയണ്ടേ, നല്ല മസാലയും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മളിതിനി വരട്ടിയെടുക്കും. ഇതൊരു ബ്ലാക്ക് കളറിലേക്കാകും. അതുപോലെ നമ്മളത് വരട്ടിയെടുക്കണം. ഇതിന് കുറേ സമയം എടുക്കും കേട്ടോ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആകാൻ വേണ്ടിയിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്യണം ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും ഇതൊക്കെ ഇട്ട് എന്നാ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി വെച്ചേക്ക് വേണം. ഇതേ സമയത്ത് നമ്മുടെ ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇനി നമുക്ക് ബീൻസ് തോരനും കൂടെ വെക്കാനുണ്ട്. ഇത് ബീൻസ് തോരന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ചമ്മന്തി ഓൾറെഡി അമ്മ ആക്കി കഴിഞ്ഞു. ഇതിങ്ങനെ വത്തൽമുളക് വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. വത്തൽമുളകും പിന്നെ എന്താണ് ഇഞ്ചിയും വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അടുത്ത നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മോരുകറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും മോരുകറി ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് കൂട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം വെറുത്ത് പോകും. അപ്പോൾ നമ്മുടെ എന്താണ് ബീഫ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ. ഇതിങ്ങനെ പതുക്കെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറേ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതെന്തായാലും ആകാൻ കുറച്ച് സമയമാവുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് മഴേൻ്റെ ഒരു കോളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മഴ വരുന്നു, ചാറുന്നു, പോകുന്നു, വീണ്ടും വെയിൽ തെളിയുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ തോളുന്നു. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. അപ്പോൾ ചില ദിവസം മഴയാണ്, ചില ദിവസം വെയിലാണ്. എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ലേ ഇപ്പം. ഏകദേശം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇല വെട്ടിക്കൊണ്ട് വന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് വേണമല്ലോ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ചോറൊക്കെ ഓൾറെഡി വെന്ത് നമ്മൾ വാർത്തേക്കുമാണ്. ഇനി നമ്മുടെ ഇലയൊന്ന് വാട്ടിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ചോറും കറികളൊക്കെ എടുത്ത് വെക്കണം. അതാണ് ഇനി അടുത്ത ഘട്ടം അല്ലേ. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് പലരും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ടായിരുന്നാണല്ലോ. അപ്പം അതാണ് സംഭവം, അടുത്ത സംഭവം. അപ്പോൾ നമ്മുടെ ഏകദേശം ബീഫ് റെഡിയായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ ബീഫിൻ്റെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങാക്കൊത്താട്ടോ. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് നമ്മൾ ചില മീൻകറി വെക്കുമ്പോഴും നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഇടുമല്ലോ. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ബാക്കിയുള്ള ബീഫ് കറിയാണ്. നമ്മൾ കുറച്ച് കറി വെച്ച് കുറച്ച് നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചോറ് നമ്മുടെ ഇലയിലേക്ക് പൊതിയുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഇതിനകത്ത് വെച്ച് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചമ്മന്തിയാണ് കേട്ടോ. എനിക്ക് ഇതിലേറ്റവും ഇഷ്ടം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ചമ്മന്തിയാണ്. എനിക്കാണെങ്കിൽ ഈ വലിയ വലിയ കറികളൊന്നും വേണ്ട. ഈ ഒരൊറ്റ ചമ്മന്തി ആണെങ്കിൽ പോലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ വയറ് നിറച്ചും ചോറുന്നു. എനിക്കിങ്ങനെ കുറേ കറികളൊന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധമുള്ള ആളല്ല. ഒറ്റൊരു കറി ഇഷ്ടമുള്ളത് മതി. അത് ചമ്മന്തി ആണെങ്കിലും വേണ്ടില്ല, മുളക് പൊട്ടിച്ചതാണെങ്കിലും വേണ്ടില്ല. അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ ചമ്മന്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് ഡ്രൈ ആയാലും മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി നമ്മുടെ ചോറിൻ്റെ കൂടെ തന്നെ വെക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാഴയിലക്കകത്ത് തന്നെ സെപ്പറേറ്റ് പൊതിയുവാണ് കേട്ടോ ചെയ്തത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അടുത്ത് നമ്മുടെ ചോറ് നമ്മുടെ വാഴയിലക്കകത്തോട്ട് വെക്കാൻ പോവാണ്. ആ വാഴയിലേൻ്റെ കളറും ഉണ്ട്. എൻ്റെ പൊന്നെ, എന്നാ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ വാഴയില വാട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണം വന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. ഈ വാഴയില വാട്ടുമ്പോൾ ഉള്ള മണം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ചോറ് ഇതിനകത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നല്ല അടിപൊളി ചോറ് ഈ വാഴയിലക്കകത്തോട്ട് വെക്കുമ്പോൾ നല്ല ചൂട് ചോറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ ചമ്മന്തിയൊക്കെ വെക്കുന്നത്. ചമ്മന്തിയും തോരനും നമ്മൾ ഇതിനകത്തോട്ട് ഈ ചോറിൻ്റെ കൂടെ തന്നെ വെക്കുവാണ്. ബാക്കി മോരുകറി നമ്മളൊരു കുപ്പിക്കകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബീഫ് അലത്തിയത് നമ്മൾ വേറൊരു വാഴയിലക്കകത്തോട്ട് പൊതിയാട്ടോ ചെയ്യുന്നത്. എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊതിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അമ്മ ഇത് ചമ്മന്തി വാഴയിലേൻ്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഉണ്ടോ, അതൊക്കെ പഴയൊരു രീതിയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അമ്മ എനിക്കിങ്ങനെ മീൻ വറുത്തതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് തന്നു വിടുമായിരുന്നു.
ഈ പൊതിച്ചോറെന്ന് പറയുമ്പം തന്നെ അതൊരു നൊസ്റ്റാൾജിയാണല്ലോ. പണ്ട് നമ്മൾ സ്കൂളിൽ പോയ ഒരു കാര്യങ്ങളും കാലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കും. ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ പൊതിച്ചോറ് എന്ന് പറയുന്നത്. ആ വാഴയിലെ പൊതിയുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റും കൂടെ കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഡബിൾ ഇരട്ടിയാവുന്നത് അല്ലേ. അപ്പോൾ നമ്മളിനി പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ വെളുപ്പിന് തുടങ്ങിയ പരിപാടിയാണ്. മോരുകറിയൊക്കെ നമ്മൾ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആക്കിയിട്ടാണ് പോയത്. പിന്നെ എന്നതായിരുന്നു ഉണ്ടായിരുന്നത്, ഇറച്ചിയൊക്കെ അതിന് മുമ്പ് നമ്മൾ മേടിച്ച് വെച്ചു. പിന്നെ വന്നിട്ടാണ് നമ്മൾ ആക്കിയത്. ചോറ് നമ്മൾ വന്നിട്ടാണ് അടുപ്പിലിട്ടിട്ട് വെന്തിട്ടാണ് ഇത് പൊതിയുന്നത് കേട്ടോ. തോരനൊക്കെ അതുകൊണ്ട് നമ്മൾ അധികം ആക്കിയില്ല. പെട്ടെന്ന് ആക്കേണ്ടതുകൊണ്ട് കുറച്ചേ നമ്മൾ ആക്കിയുള്ളൂ. ഇനി നമ്മൾ അടിപൊളിയായിട്ട് ഇത് പൊതിഞ്ഞ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ മോരുകറി സെപ്പറേറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ എന്നതായിരുന്നു, ബീഫും നമ്മൾ സെപ്പറേറ്റാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ബീഫ് ഇപ്പോഴും അടുപ്പിൽ തന്നെയാണ് കേട്ടോ. അത് ഫ്രൈ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അത് നല്ല പതുക്കെ ഇരുന്ന് ചെറിയ തീയിലിരുന്ന് നല്ല ഡ്രൈ ആയി വന്നാൽ അത് രസം കാണുള്ളൂ. അല്ലാണ്ട് നമ്മൾ വലിയ തീ വെച്ചിട്ടാണ് അത് കരിഞ്ഞു പോകുന്നല്ലാണ്ട് അതിൻ്റെ ആ ഒരു ഇത് വരികയില്ല. അപ്പോൾ അത് നമ്മൾ കുറേ നേരമായി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ആക്കുവാണെങ്കിൽ ഇനിയും നല്ലതാണ്. എനിക്ക് കുറച്ചും കൂടെ കറക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. സമയപരിമിതി മൂലം നമ്മൾ ഇത്രയും കറുപ്പിൽ ഒതുക്കുവാണ്. കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കറുപ്പിക്കായിരുന്നു. അപ്പോൾ നമ്മളിനി ബീഫും കൂടെ നമ്മൾ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിരി വാഴയിലക്കകത്തോട്ട് ഇരിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. എല്ലാവരും ഇങ്ങനെ വീട്ടിലത് ജസ്റ്റ് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ പേളിമാണീൻ്റെ വീഡിയോ കേട്ടപ്പോഴാണ് ഞാനിത് വീണ്ടും ഓർത്തത്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരുടെയും നടുവൊടിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാക്കേനെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.